Assalamualaikum, ഞാൻ ഫബീറാണ്. ഒരുപാട് പേര് എൻ്റെ ആലപ്പുഴ വീഡിയോക്ക് താഴെ കമൻ്റ് അടിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പോഴേ ആലപ്പുഴയിൽ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അതായത് രണ്ടാമത് കോവിഡിന് ശേഷം ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. വെൽക്കം ബാക്ക് എഫ് ലോകേഷ്, ദിസ് ഈസ് ഫബീർ വിത്ത് യു. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ എല്ലാ പബ്ലിക് പ്ലേസും ഇപ്പോൾ ക്ലോസ് ആണ്, പക്ഷേ ആലപ്പുഴ ഹൗസ് ബോട്ടിങ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആലപ്പുഴ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കോവിഡിന് മുന്നേ എങ്ങനെയായിരുന്നു ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് രണ്ടാമത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആകെ ഒരു ഡിഫറൻസ് മാസ്ക് ഇടണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയാൻ വേണ്ടിയിട്ട് ആലപ്പുഴയുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ, കൊറോണ ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയാണോ ബോട്ടിൽ പോകുന്നത് ആ ഒരു രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കമ്പൽസറി മാസ്ക് യൂസ് ചെയ്യണം. പിന്നെ മെയിനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നിന്നുള്ളത് 9 മണിക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം രാവിലെ അറിയാമല്ലോ 9 മണിക്കാണ് തിരിച്ചു വരുന്നത്. ഈ 12 മണിക്ക് ഗസ്റ്റ് കയറുന്നതിന് മുമ്പായിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് സാനിറ്റൈസർ ഇട്ട് തുടച്ച് മറ്റ് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്ത ശേഷമേ ബോട്ട് പോകത്തുള്ളൂ. കാര്യം നിലവിൽ വന്നവരിൽ ആരെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഇൻ കേസ് ഉണ്ടെങ്കിൽ അവർ ടച്ച് ചെയ്തതോ തൊട്ടതോ ആയ സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് വരാൻ പാടില്ല എന്നുള്ള രീതി. അങ്ങനെയാണല്ലോ ഇവിടെ പകർച്ചകൾ ഉണ്ടാകുന്നത്. അതിപ്പം ഹൗസ് ബോട്ടിൽ തന്നെ അല്ല, മറ്റുള്ള മേഖലയിലാണെങ്കിലും ഇതാണ് സാനിറ്റൈസർ ചെയ്യുക. നമ്മൾ പൊതുവെ വെളിയിലിറങ്ങുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഗസ്റ്റുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരേ വലിയ മിങ്കിൾ ചെയ്ത് നിൽക്കാതെ വന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളുണ്ടാകും. കാര്യം അവരൊരുമിച്ച് ചിലപ്പോൾ ഒരു ബസ്സിലോ ചിലപ്പോൾ ബന്ധുമിത്രാദികളോ ഒക്കെ ആയിരിക്കും. അവർ ചിലപ്പം കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റാഫുമായിട്ടൊക്കെ നിൽക്കുമ്പം ഇപ്പം ഭക്ഷണം കൊണ്ട് അവിടെ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള സമയത്ത് സ്റ്റാഫ് മാസ്കും വെച്ച് വന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് ഭക്ഷണം വെച്ചിട്ട് മാറി നിൽക്കും. വിളമ്പി കൊടുക്കാനൊന്നും നിൽക്കത്തില്ല. അവർ തന്നെ അവർക്ക് അവരുടെ പ്രൈവസിയും കൂടെ ആണല്ലോ, എടുത്ത് കഴിച്ചോളും. മാക്സിമം അകലം പാലിച്ച് ഉള്ള രീതിയിൽ പോകുന്നു. ഇപ്പം ബുധനാഴ്ച തൊട്ട് ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തോളമായി. ഇപ്പം പറഞ്ഞു വരുന്നത് കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ആ അവസ്ഥ തന്നെ. മാസ്ക് വെക്കുക, സാനിറ്റൈസ് ചെയ്യുക, ഒന്ന് അകലം, ഒരു ഗ്യാപ്പ്. പണ്ട് വളരെ ദോസ്തിയായിട്ട് നിന്നിരുന്ന ഒരു അകലം പാലിച്ചുകൊണ്ട് പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൻ്റെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ മൊത്തം 3 ടൈപ്പ് സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് വെച്ചാൽ ഡേ ട്രിപ്പ്, ഓവർ നൈറ്റ്, അതുപോലെ തന്നെ നൈറ്റ് സ്റ്റേ. അങ്ങനെ 3 ടൈപ്പ് സിസ്റ്റമാണ് ഹൗസ് ബോട്ടിൻ്റെ. അറിയായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അമ്പിളിച്ചേട്ടനാണ് നമുക്ക് വേണ്ട എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഫിഷ് ഉണ്ടാക്കുന്ന ഭയങ്കര തിരക്കിലാണ്. റൈസ് ഓൾറെഡി ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലഞ്ചിന്റെ പരിപാടി കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഫുഡ് അവിടെ റെഡിയാണ്. അപ്പോൾ പോയി നോക്കട്ടെ എന്തെല്ലാം ഫുഡാണ് ഉള്ളത് എന്നുള്ളത് പോയി നോക്കിയിട്ട് കാണിച്ചു തരാം. സലാഡ്, പയറുപ്പേരി, കേബേജ് ഉപ്പേരി, അച്ചാറ്, ചിക്കൻ കറി, ഇത് പപ്പടം, പിന്നെ സാമ്പാറാണല്ലേ, പിന്നെ ആലപ്പുഴ സ്പെഷ്യൽ കരിമീൻ.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി ഭക്ഷണമായിരുന്നു, കഴിച്ചു. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഇവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂർ തോന്നുന്നു, 1.5 മണിക്കൂറാണ് ഇവിടെ നിർത്തിയിടുന്നത്. പിന്നെ ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ സ്ഥലം തന്നെ കേട്ടോ. നോക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത് കണ്ടില്ലേ, ഒരു സൈഡ് ഭയങ്കര ഒരു എന്താ പറയുക ഫുൾ പച്ചപ്പ്, കാലിൻ്റെ നടുവിലുള്ള ഒരു വയൽ, അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഒരുപാട് ഹൗസ് ബോട്ട് ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട്, അടിപൊളി. ഇതേ ഞാൻ അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഉള്ള റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതേപോലെ തന്നെ താഴെയുള്ള റൂമിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് മുകളിലുള്ള റൂമാണ്. അപ്പോൾ അതേപോലെ അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് താഴെയുള്ളത്. അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റാണ്. നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ആലപ്പുഴ ഹൗസ് ബോട്ടിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തരുന്നതാണ്. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവർക്കും ബൈ.